ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് യോഗ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വലിയൊരു സംശയമാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞ് എനിക്ക് യോഗ ചെയ്യാം? എല്ലാവർക്കും ഡെലിവറി കഴിയുമ്പോൾ വിഷമമാണല്ലേ, വയറ് കുറയുന്നില്ല, വണ്ണം വെച്ചു, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് അല്ലേ. ആ ഒരു സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരാൾ എന്നെ ഫോൺ വിളിച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയില്ല, എന്നോട് ചോദിക്കുകയാണെങ്കിൽ യോഗ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്താണ് പറയേണ്ടത്? ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയത്തിനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇപ്പം നോർമൽ ഡെലിവറി ആണ് എങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യോഗ ചെയ്യാൻ പറ്റും. 3 മാസമൊക്കെ കഴിഞ്ഞ് ഭയങ്കര കടുപ്പമില്ലാത്ത രീതിയിലുള്ള യോഗ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് സി സെക്ഷനാണ് നിങ്ങൾക്ക് കഴിഞ്ഞതെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസം റെസ്റ്റ് എടുക്കുക കേട്ടോ. 6 മാസമെങ്കിലും റെസ്റ്റ് എടുക്കുക. അതൊരു ഓപ്പറേഷനാണ്. ചെറിയ കുഞ്ഞ് ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയും വേദനിക്കാതെ ഡെലിവറി കഴിഞ്ഞല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും അത് വലിയൊരു സർജറിയാണല്ലേ. സി സെക്ഷൻ അറിയാമല്ലോ എല്ലാവർക്കും, അടിപൊളിയാണ് അല്ലേ. ഓക്കെ, നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ സർജറി കഴിഞ്ഞാലും നമുക്ക് റെസ്റ്റ് കിട്ടും അല്ലേ. പക്ഷേ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് റെസ്റ്റ് ഇല്ല. കാരണം കുഞ്ഞിനെ എടുക്കണം, എണീക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, യൂറിൻ പാസ് ചെയ്യാൻ പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അപ്പം ലോകത്തിൽ എല്ലാ സർജറി ചെയ്യുന്നവർക്കും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ എല്ലാവരും റെസ്റ്റ് കൊടുക്കും. പക്ഷേ ഡെലിവറി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് റെസ്റ്റ് ഇല്ല. നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണ് സി സെക്ഷൻ കഴിയുന്ന ഒരു അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ 6 മാസമെങ്കിലും റെസ്റ്റ് വേണം. 6 മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറിയ രീതിയിലുള്ള യോഗയിലെ പോസ്റ്റേഴ്സൊക്കെ ചെയ്ത് ഒരു 8-9 മാസമൊക്കെ കഴിയുമ്പോൾ പതിയെ എന്ത് ചെയ്യാം, വയറിൻ്റെ എക്സസൈസൊക്കെ ചെയ്യാം. ചില ആൾക്കാർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ റെസ്റ്റ് ഒന്നും എടുക്കാത്ത ആൾക്കാരുണ്ട്. നല്ല റെസ്റ്റ് കിട്ടൂല. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഓക്കെ ആയി വരണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വയറൊക്കെ കുറയ്ക്കാനുള്ള എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ മുറിവിലൊക്കെ പെയിനൊക്കെ ഉണ്ടാവും, അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു വ്യക്തി ഒരു 3 മാസം കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ യോഗ സ്റ്റാർട്ട് ചെയ്യാം. സി സെക്ഷൻ സിസേറിയൻ കഴിഞ്ഞവർ ഉറപ്പായിട്ടും എത്ര ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പോകും? 6 മാസം, കുറഞ്ഞത് 6 മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം യോഗ ചെയ്യണം. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ യൂട്യൂബിൽ കയറി എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് ചെയ്യരുത്, ദയവേത്. കാരണം നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് നമ്മുടെ ബോഡി മൊത്തത്തിൽ മാറിയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ പഴയ രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച് യോഗ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ട്രെയിനറുടെ കീഴിൽ ഒന്ന് ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ് പോകാൻ പറ്റില്ല, എന്തായാലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓക്കെയാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഇത്ര ദിവസമായി, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനറെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും യോഗ ചെയ്യാം. പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഏകദേശം പേർക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ അറിയാലോ. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഡിപ്രഷൻ. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നമുക്കൊന്ന് ഒരിടത്ത് പോകാൻ പറ്റുന്നില്ല. ഒരു വീട്ടിനകത്ത് തന്നെ പെട്ടെന്ന് അടച്ചിടുമ്പോൾ എല്ലാവരും പറയും, കുഞ്ഞിൻ്റെ മുഖം കണ്ട് ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണെന്ന് എത്രയൊക്കെ നമ്മൾ പുറമേ പറഞ്ഞാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പഴയ ആ ഒരു ലൈഫൊക്കെ ഒന്ന് നഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിനകത്തേക്ക് ആയി പോകുന്ന ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും. ഈ വീട്ടിൽ നോക്കാൻ ആളുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ നോക്കാൻ ആളില്ലാത്ത ഒരു ആളുടെ അവസ്ഥയെന്ന് പറയുന്നത് അവർ ഉറപ്പായിട്ട് ഡിപ്രഷനിലോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് മാക്സിമം എന്ത് ചെയ്യുക, യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സേഷൻ കിട്ടും, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തോന്നും. എന്തായാലും ആ സമയം നമ്മൾ ഓക്കെ അല്ല, ഡെലിവറി കഴിയുന്ന സമയം നമ്മൾ ഓക്കെ അല്ല. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കയറി വരും. പക്ഷേ അല്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സമയം കിട്ടുമ്പോൾ കുറച്ച് പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷനൊക്കെ യോഗയിലുള്ളതാണ്. അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവും. നമുക്ക് നമ്മളെ അടുത്ത് തന്നെ എന്തുണ്ടാവും, ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്തായാലും കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, 2 വർഷത്തെ കാര്യമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് വളർത്തിയെടുക്കാം, സാരമില്ല, പിന്നീട് നമുക്ക് അടിച്ച് പൊളിക്കാമല്ലോ എന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യും, സമാധാനിപ്പിക്കും. അത് നമുക്ക് കിട്ടുന്നൊരു പവറാണ് യോഗയിലൂടെ. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല, തുടർച്ചയായിട്ട് ഒരുപാട് ദിവസം ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് കുഞ്ഞിനോട് തന്നെ ദേഷ്യം തോന്നുന്ന സിറ്റുവേഷനിലൂടെ തന്നെ ഒരുപാട് സ്ത്രീകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ കാണുന്നത് ആരാണ് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാരായിരിക്കും കാണുന്നത് അല്ലേ, അവരായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഇത് കാണുന്നത് അമ്മായി അമ്മമാരായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നത് അമ്മയായിരിക്കും. ഓക്കെ, ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഒരമ്മ അല്ലെങ്കിൽ ഒരു അമ്മായി അമ്മ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരമ്മ അല്ലെങ്കിൽ ഒരു അമ്മായി അമ്മ എന്താണ് പറയുന്നത്? ഫുഡ് കഴിക്ക്,
ഫുഡ് കഴിക്ക്, കുഞ്ഞിന് പാൽ കൊടുക്കണം, ഫുഡ് കഴിക്ക്, പാലുണ്ടാവണ്ടേ, ഫുഡ് കഴിക്ക്, അല്ലേ? എപ്പോഴും ഇതാണ് പറയുന്നത്. അല്ലെ കുഞ്ഞുറങ്ങുമ്പം കുറച്ച് എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ അത് ചെയ്ത് അല്ലേ? പക്ഷേ ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയും? ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയും? എപ്പോഴും ഫുഡ് കഴിക്കാനോ നിങ്ങൾ അത് ചെയ്യാനോ ഇത് ചെയ്യാനോ ഒന്നും പറയുന്നതല്ല. 100% എൻ്റെ ഒരു വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയുന്ന ഈ വാക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ കുഞ്ഞിനെ ഒന്ന് കുറച്ച് സമയം ഒന്ന് നോക്കിക്കൊടുക്കുക. അതിനുശേഷം ആ കുഞ്ഞിനെ ഒന്ന് ഞാൻ നോക്കാം, നീ പോയി കിടന്ന് ഉറങ്ങടി. ഇതാണ് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വാക്കെന്ന് പറയുന്നത്. അതിന് മുന്നിൽ ഒരു വാക്കിന് ശക്തിയില്ല. അതായത് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുമ്പോൾ രാത്രി മൊത്തം ഫീഡ് ചെയ്ത് നന്നായിട്ട് ഉറങ്ങാനും വിശ്രമമൊന്നും ഇല്ലാതെ അതിൻ്റെ ഇടയ്ക്കൂടെ പെയിനും സഹിക്കണം, നടുവേദന ഉണ്ടാവും ഒരുപാട് സമയം ഇരുന്ന്. അങ്ങനെയൊക്കെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുഡ് കഴി കുഞ്ഞുറങ്ങുമല്ലേ, പറ്റുന്ന ചെറിയ ജോലിയൊക്കെ ചെയ്യും എന്നൊക്കെ എന്താണ് പറയുന്നതിന് പകരം അവരെന്ത് ചെയ്യുക? ഞാൻ എന്തായാലും കുറച്ച് സമയം ഉച്ചയ്ക്കോ, നമ്മളെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന വീടുകളറിയാം ഭയങ്കരമായിട്ടുള്ള ജോലിയും കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോലും ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുക? കുഞ്ഞിന് നന്നായിട്ട് ഫീഡ് ചെയ്യുക. അല്ലെങ്കിൽ പൊടിയൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് പൊടിയെങ്കിലും കലക്കി കുഞ്ഞിൻ്റെ അമ്മയോടൊന്ന് കലക്കി തരാൻ പറഞ്ഞ് എന്നും 24 മണിക്കൊന്നും പൊടി എടുക്കുന്ന കാര്യമല്ല. കുറച്ചൊന്ന് പൊടി എന്തെങ്കിലും കലക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ആ മോളെ എന്ത് ചെയ്യുക? സുഖമായിട്ട് ഉറങ്ങാൻ അനുവദിക്കുക. അവർക്കൊന്നും ഡിപ്രഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർ നന്നായിട്ട് സുഖമായിട്ട് പകൽ കിടന്ന് കുറച്ച് സമയം ഉറങ്ങുമ്പോൾ വീണ്ടും രാത്രി അവർ ഹാപ്പി ആയിട്ട് കുഞ്ഞിനെ നോക്കും. കാരണം അവർക്ക് പിന്നെ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു കറക്കമില്ലല്ലോ. ചില ആൾക്കാർ ഫീഡ് ചെയ്ത് പിന്നെ ഉറങ്ങി വരെ വീഴും. അപ്പോൾ ഉറങ്ങി വീഴുമ്പോൾ കുഞ്ഞ് താഴെ പോയി എന്ത് സംഭവിക്കും? നിങ്ങൾ ആലോചിക്കുക. അമ്മ മനഃപൂർവ്വമാണ് കുഞ്ഞിനെ എടുത്ത് കളയുന്നത്. ഏതെങ്കിലും അമ്മ അങ്ങനെ ചെയ്യും? ഇന്നത്തെ കാലത്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിനെയല്ല ഞാൻ പറയുന്നത്, നല്ല അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ ഒരമ്മ കടന്നു പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആരാണ്? അമ്മയായാലും അമ്മായിയമ്മയായാലും ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരുപാട് അമ്മായിയമ്മമാർ പറയുന്നുണ്ട്, മരുമകൾ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്, അതിലൊന്നും കാര്യമില്ല. അവരുടെ മനസ്സിൽ കിട്ടേണ്ട ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരെ കെയർ ചെയ്യുക. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർ എന്തുമാത്രം കെയർ ചെയ്യുന്നോ അതിൻ്റെ അപ്പുറമായിട്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ കെയർ ചെയ്യണം. കുഞ്ഞിനെ ഒരുപാട് സമയം നോക്കി കൊടുക്കുക, മോളോട് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങാൻ പറയുക, ഉറങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുക. ഓക്കെ, കുഞ്ഞ് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ കരയുമായിരിക്കും. കരഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും പൊടി എന്തെങ്കിലും കലക്കി കൊടുക്കുകയോ കുറച്ച് സമയം കൊണ്ട് നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒന്ന് സഹായിച്ചു കൊടുക്കുക. അവരെ ഒന്ന് വേറെ ഡിപ്രഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അതിലോട്ട് പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയേ? ജീവിതകാലം മൊത്തം ഒരു പെൺകുട്ടി ഇങ്ങനെ സഹായിക്കുന്ന അമ്മേനെയായാലും അമ്മായിയമ്മയായാലും ജീവിതത്തിൽ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, വെറുക്കില്ല, മറക്കില്ല, എപ്പോഴും നന്ദിയുള്ളതായിരിക്കും. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരു പെൺകുട്ടി മറക്കാത്ത 2 കാര്യമുണ്ട്. ഒന്ന്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്നെ ആരൊക്കെ നോക്കിയിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്നെ ആരൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊരിക്കലും അവർ മറക്കൂല, എപ്പോഴും മനസ്സിൽ കാണും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്നെ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാതെ എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഹസ്ബൻഡ് ആയാലും അമ്മായി ആയാലും അമ്മയായാലും ആരായാലും ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അവർ മറക്കൂല. അവിടെ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് അവർ തരുന്ന സ്ഥാനം, സ്നേഹമൊക്കെ. ഓക്കെ, ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? യോഗയെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ വേറൊരു റൂട്ടിലോട്ട് എത്തി അല്ലേ? വേറൊരു റൂട്ടിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ പറയണമെന്ന് തോന്നി. ഒരുപാട് പേര് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ യോഗ ചെയ്യാൻ കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഉറക്കമൊന്നും നന്നായിട്ട് കിട്ടുന്നില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് യോഗയിൽ ഉപരിയായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഒരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ യോഗയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2 വയസ്സൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം വന്നാൽ മതി. പിന്നെ ഡെലിവറി കഴിഞ്ഞ അമ്മമാരൊക്കെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ എപ്പോഴും പറയും, എനിക്ക് വയറ് വെച്ചു, വണ്ണം വെച്ചു, അങ്ങനെ വിഷമമൊക്കെ പറയും. ഞാൻ വണ്ണം വെച്ച് അങ്ങനെയൊക്കെ വിഷമം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചില ഹസ്ബൻഡൊക്കെ പറയും, നീ പണ്ടത്തെ പോലെയല്ലേ ഇപ്പം മഹാബോർ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ ആ സമയത്ത് ചിരിക്കുമെങ്കിൽ അവർ ഉള്ളിൽ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? അവരുടെ ബോഡിയൊക്കെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അപ്പോൾ ഈ ബോഡി തിരിച്ച് ശരിയാക്കാൻ പറ്റും. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഹസ്ബൻഡായാലും വീട്ടിലുള്ളവരായാലും സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞൊന്നും വലുതാവട്ടെ. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും പറയും, എൻ്റെ ഹസ്ബൻഡായാലും എല്ലാവരും പറയും,
അതിന് ഇപ്പം കുഞ്ഞിൻ്റെ കാര്യമല്ലേ 2 വർഷമൊക്കെ കഴിയട്ടെ, അടിപൊളിയാക്കാം ബോഡി, വിട്ടുകളാ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഓക്കെ, നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ശരി, ഇപ്പം കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ കൂടെ ഉള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും, നമുക്ക് മുന്നിലോട്ട് ജീവിക്കണമെന്നൊക്കെ തോന്നും, നമ്മൾ ഡിപ്രഷനിലോട്ട് പോവില്ല. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ കുഞ്ഞിൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിലായാലും കളിയും ചിരിയും അല്ല ഒരു 10 ദിവസം ഉറക്കം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇറിറ്റേഷനായിട്ട് തോന്നും. അത് നമുക്ക് കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തതൊന്നുമല്ല, നമ്മൾ ആ ഒരു ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട്, പണ്ട് ഞാൻ 10 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, അമ്മമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പണ്ട് 10 പേരെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓരോ വീടുകളിൽ ഓരോ അച്ഛനും അമ്മയ്ക്കും 1-2 മക്കളേ ഉള്ളൂ. അവരെന്തുമാത്രം എല്ലാ കാര്യങ്ങളും കൊടുത്ത് അടിച്ച് പൊളിച്ച് നന്നായിട്ട് വളർത്തിയാണ് നമ്മൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് വിടുന്നത്. അവിടെ പോയി അവർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തായാലും അത് കഴിഞ്ഞിട്ടുള്ള ലൈഫായാലും അവരവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. കാരണം ഒരു മോൾ അല്ലെങ്കിൽ ഒരു മോനുള്ളത് ചെല്ലം കൊടുത്ത് വളർത്തി അവർ ആ ഒരു ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് എന്താണ് പുതിയൊരു ലൈഫ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, പുതിയ വീട്ടിൽ വരുമ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ കൂടെ ഒന്ന് നിന്ന് അവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് പേരിലുണ്ടാകുന്ന പല വിഷമങ്ങളും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം എല്ലാവരും കമൻറ്റായിട്ടിടുക. ഓക്കെ, നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലതായിട്ടിടുക, വിമർശനങ്ങളാണെങ്കിൽ വിമർശനങ്ങളിടുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുകൊണ്ടോ ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്നെ കാത്തിരിക്കില്ലേ? ഇരിക്കും. ഓക്കെ, ബൈ.